ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ആണ് നടത്താൻ പോകുന്നത്. അതെ മഴയൊക്കെ ആയിട്ട് നല്ലൊരു കോസി ആയിട്ടുള്ള ഒരു ദിവസമാണ് നല്ല പിന്നെ നമ്മളെ ഇത് രാത്രി കാണുന്ന ഫാൻസിന് വേണ്ടി എന്തായാലും രാത്രി ആവും. രാത്രി ആയല്ലോ ഓൾറെഡി. ഭയങ്കര ക്ലാരിറ്റി എന്ന് പറയുന്നത് ക്ലാരിറ്റി കുറച്ച് കുറയ്ക്കാന്നില്ല. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നമ്മൾ ഇടയ്ക്ക് ട്രെൻഡിങ് ആയ ഒരു സാധനമാണ്. അതെ, ഗണപതി പറഞ്ഞ് ട്രെൻഡിങ് ആക്കിയ ഒരു സാധനമാണ്. കണ്ണൂരിൽ കല്യാണ വീട്ടില് ഒരു ഡെസേർട്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു ഡെസേർട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു വിചിത്രമായി കേൾക്കുമ്പോ ഒരു കൗതുകമുണ്ട്. നോൺ വെജ് ഇത് ഡെസേർട്ട്. അതിന്റെ പേരെന്തായാലും ഹലിസ. അങ്ങനെ എന്തോ ആണ്. ആ സാധനം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് പരിചയപ്പെടുത്താം. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നല്ല കുതിർത്ത ഗോതമ്പ്, 24 മണിക്കൂർ കുതിർത്ത വെള്ളത്തിൽ കുതിർത്ത ഗോതമ്പ്, പിന്നെ മെയിൻ ചിക്കൻ, പഞ്ചസാര, പിന്നെ സവാള, വെളുത്തുള്ളി, പിന്നെ നെയ്യ്, പിന്നെ ഇത് കൂടാതെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങാപ്പാൽ, പിന്നെ കറുകപ്പട്ട, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടി നമ്മളിതിൽ മിക്സ് ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഗോതമ്പ് അളന്നിടാം. ഓരോ കപ്പ് ഇത് എത്ര കപ്പ് കിട്ടോ നമുക്ക് നോക്കാം. ഇതിൽ എത്ര കൊള്ളു നോക്കാം. ഈ വെള്ളം കൂടെ രണ്ട് ഒരു 4 കപ്പ് ഇട്ടാൽ തീരുവാടാ. 3 കപ്പ് ഒന്നും കിട്ടോ. ഇത്രയും ചിക്കൻ ഉണ്ട് 1 കിലോ. ഇനി അടുത്ത് കുറച്ച് ചിക്കൻ ഒന്ന്, ബാക്കി നമുക്ക് ഫ്രൈ ചെയ്ത് തിന്നാം. പ്രശ്നം വേണ്ട. തീരെ മറ്റേ എല്ല് മാത്രം ഉള്ളത് ഇടണ്ട, മാംസവും കൂടെ ഉള്ളത് ഇട്ടാൽ മതി. എടാ അത് വേണ്ട, അത് എല്ല് കൂടുതൽ ഇപ്പൊ നമ്മളിത് ഭയങ്കര ചിക്കൻ കൂട്ടിയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെയൊന്നും കണക്കില്ല. ഒരു 1/2 കിലോ ചിക്കൻ, ഒരു 1/2 കിലോ ചിക്കൻ. 3 കപ്പ് ഗോതമ്പിന് കുറച്ച് 3.5 കപ്പ് ഗോതമ്പിന് 1/2 കിലോ ചിക്കൻ. നമ്മൾ കണ്ണൂർക്കാരെക്കാട്ട് മുമ്പിലാണ് തിരുവനന്തപുരക്കാർ. അതെ, ചിക്കൻ നമ്മൾ ഒട്ടും കുറച്ചിട്ടില്ല, കൂട്ടിയിട്ടുണ്ട്. പ്രോട്ടീൻ കൂടട്ടെ. ഡെസേർട്ട് ആണ്, അപ്പൊ ചിക്കൻ കൂടിയാൽ ചിലപ്പോ സെറ്റ് ആവൂല. കുഴപ്പമില്ല, എന്റെ ഒരു അഭിപ്രായമാണ്. ആണെങ്കിൽ അതിൽ നിന്ന് വലിയ 1-2 പീസ് കുറച്ച് ഗോതമ്പ് ഇട്ടോ. അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. അത് വേണോ? ശരി, ഗോതമ്പ് കുറച്ചും കൂടി ഗോതമ്പ്. വെള്ളം എന്തിനാ? വെള്ളം വേണം. വെള്ളം പിന്നെ ഒഴിച്ചാൽ പോലെ. ഇത് കഴുകിയ ഗോതമ്പാണ്, ഞാൻ വീട്ടിൽ നിന്ന് കഴുകി. കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലൊരു ഇത് സവോള അരിഞ്ഞിടണം. സാധാരണ ഹാഫ് സവോള മതി. അത് ഫുൾ ഇട്ടോ. അത് ഇതിന്റെ മോളിൽ വെച്ചിട്ട് അങ്ങ് കണ്ടപ്പോ ബിയാർ കാണിച്ചു കണ്ട. കൈയൊക്കെ മുറിഞ്ഞ് പണ്ട് ഇതേപോലെ ഒരു സാധനം കാണിച്ചു. നീ പറയണ്ട, ഞാൻ ഇപ്പം സെറ്റാണ്, പണ്ടത്തെ പോലെ അല്ല. എടാ പണ്ടല്ലേ അത്. അത് ഫുൾ ഇടണ്ട, നമ്മൾ കുറച്ച് ഇത് ഇട്ടോ. മതിയാ? കുറച്ചും പോടാ അവിടെ നിന്ന്. അങ്ങനെ ഇട്ടാണ് നമ്മൾ നോൺ വെജ് കുറച്ച് മാറ്റിക്കോ. കുറച്ച് വെളുത്തുള്ളി, ഇനി പട്ട. ഈ ആവശ്യമില്ലാത്തതൊന്നും ഇടല്ലേ? ഇല്ല, ആവശ്യമുള്ളതേ ഇടുള്ളൂ. നമ്മൾ ഇടുന്നേക്ക് ആവശ്യമുള്ളതായിരിക്കില്ലേ. ആവശ്യമില്ലാത്ത എന്താണ്? ഇതൊന്നും വേണ്ട, ചാറൊന്നും വേണ്ട. സ്റ്റാറും ചക്രവും പട്ടയാണ് നമുക്ക് ശുദ്ധമായ പട്ട. ഇതിനകത്ത് ഇഷ്ടം പോലെ പട്ട. കുറച്ച് കേടാ ബായി കട്ട എണ്ണം. കട്ടയുടെ പിന്നെ ഇതും വേണം, മറ്റേ പട്ട കൂടിപ്പോയാൽ പട്ട കൂടിപ്പോയാൽ ഇത് മാറും, ടേസ്റ്റ് മാറും. മറ്റേ സാധനം കൂടെ വേണോടാ, മറ്റേ ഗ്രാമ്പുവും. പിന്നെ ഇത് ഇടുമായിരുന്നു, എന്റെ പേര് ഏലക്ക. പക്ഷെ ഏലക്ക ഇല്ല, കുഴപ്പമില്ല. ഒരു 3-4 ഇട്ടോ. കാണാൻ വഴിയുണ്ടല്ലോ. സാധാരണ ഇതിനകത്ത് കാണേണ്ടേ ആണ്. 10 രൂപ വരൂല. ഏലക്ക് വരാം, ഇലയിട്. പിന്നെ ഒരു ഫ്ലേവർ കിട്ടട്ടെ. ഫ്ലേവർ കിട്ടുമല്ലോ. എടാ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാരി ഇട്ടാണ്ടല്ലോ. ഒരു കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ ചെയ്യാമോ? കുറച്ച് ഇല ഇടാം. കുറച്ച് ലാവല അല്ല, രമ്പയില നമ്മൾ കുറച്ചിട്ട് ഇനി നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കാം. മധുരം ഇടണ്ടേ? മധുരം ഉപ്പിടണം. കുറച്ച് ഇടാവും. ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഉപ്പ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. പഞ്ചസാരയല്ലല്ലോ, ഉപ്പല്ലേ? അതെ, കുറച്ചേ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നമില്ല, കൂടൂല. അത്രയും വേണോ? കുറച്ചും കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി വെള്ളം ഒഴിക്കണം. വെള്ളം കുറച്ച് പൊങ്ങി നിൽക്കണം. വെള്ളം ഒഴിക്കണം. ശുദ്ധമായ മിനറൽ വാട്ടർ. മോളില് വരണം. മോളില് ഒരു 3-4 ഇഞ്ച് മുകളിൽ വരണം. ഇത്രയും. അപ്പൊ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. വെള്ളവും കുറച്ച്. വെള്ളം ഇതുവരെ ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ഇതുവരെ നിറയ്ക്കണം. അതെ, അവൻ കാണിച്ചോ കറക്റ്റ് ആണ്. ഇതുവരെ നിറയ്ക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അല്ല, ഇത്രയും വെള്ളം നിറയ്ക്കാമോ? അതിപ്പോ വെളിയിൽ പോവില്ലെങ്കിൽ നിറയ്ക്കാം. അത് നമുക്ക് പിന്നെ ഇത് അടക്കി അറിഞ്ഞൂടല്ല. പിന്നെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ സെറ്റ് ചെയ്യണം. നമുക്ക് നേരെ ഇതിങ്ങനെ കൊണ്ടുപോയി
അടുപ്പിലേക്ക് വെക്കും. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. അപ്പോൾ നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വിസിൽ കേൾക്കും വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് ഉള്ളി അരിയാം. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വറുക്കാം. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുക്കാം. വിനു ഇത് അരിയാൻ വേണ്ടി എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ബിആർ അവനെ കടത്തി വെട്ടിയിട്ട് അരിയാണ്. ഇതാണ് ബിആറിന്റെ പ്രശ്നം. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുള്ളൂ. പക്ഷെ എന്നാൽ അതും ചീറ്റി പോയെങ്കിൽ അത് എടാ നല്ല നൈസായിട്ട് അരിയണോടെ. ഇത് വറുക്കാനാണ്. കണ്ട ബിആറിന്റെ കരയുന്നു. ഇത് തവളയല്ലേ, നത്തക്കല്ലേ? നത്തക്ക് എന്തിനാ പറയണ്? ഏത് ഭാഷയാന്നുള്ള ഒരു സാധനം തിരുവനന്തപുരത്തുണ്ട്. പോലെ ഇരിക്കും. അതിങ്ങനെ സംസാരിക്കും. ഇങ്ങനെ ശബ്ദം അത് മറ്റേ സാധനം എങ്ങനെയാകും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിഞ്ഞു. ഇത്ര ബഹളം വരുന്നത്. സൗണ്ട് ഒന്നും ഉണ്ടാക്കൂല, ചുമ്മാ തള്ളണേണ്. ഇത് തളവേലല്ല, തളവ. നത്തക്ക എന്ന് പറഞ്ഞ സാധനം ആൾക്കാർ പണ്ട് തിന്നുമായിരുന്നു. അതായത് അത് ഈ വയലിലൊക്കെ ഈ വെള്ളം കയറുമ്പോൾ ഇത് കയറും. അപ്പൊ ഇത് എടുത്തിട്ട് പുഴുങ്ങും. എന്നിട്ട് അത് അതിന്റെ അകത്ത് ഒരു ഈർക്കിൽ വെച്ചിട്ട് അതിന്റെ നിങ്ങൾക്ക് അതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മൾ അടുത്തതിൽ നത്തക്ക വറക്കാൻ പോകും. പിടിച്ചൂടെ? എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയതുകൊണ്ട് നമ്മൾ പിടിക്കുന്നില്ല. പിന്നെ ഇതിന്റെ ഓസ്ട്രിച്ചിന്റെ കാര്യം കൂടെ പറഞ്ഞേരെ. അടുത്ത നമ്മളെ പ്ലാൻ ഉണ്ട്. നമുക്കൊരു പ്ലാൻ ഉണ്ട്. അതായത് നമ്മൾ പുനലൂര് ഒരു ഫാം കണ്ട്, ഗവൺമെന്റ് ഫാം, ഹൈടെക് ഫാം. നമ്മൾ അവിടെ പോയിട്ട് ഓസ്ട്രിച്ചിന്റെ മുട്ട നമ്മൾ ചോദിക്കും. അവര് തന്നു കഴിഞ്ഞാൽ അവരെടുത്ത് വെക്കും. ഓസ്ട്രിച്ച് അവിടെ ചോദിക്കും. അവർക്ക് തള്ളിയാണെങ്കിൽ നമ്മള് ബിആറിന്റെ ഇടയ്ക്ക് സംസാരിക്കുന്നത് നമ്മളിവിടെ പ്ലാൻ പറഞ്ഞേണ്ടതുണ്ട്. ഉള്ളി അരിയണേന് പ്ലാനും എനിക്ക് മനസ്സിലായി. അപ്പൊ അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓസ്ട്രിച്ചിന്റെ മുട്ട കിട്ടുമെന്നാണ് നമുക്ക് പ്രതീക്ഷ. മുട്ടയെങ്കിലും നമ്മൾ കൊണ്ടുവരും. പിന്നെ അത് വൻ പ്ലാനുകളാണ് നമുക്കിപ്പോ ഓൾഡ് സ്കൂളിൽ കൂടെ ലൈനിൽ കിടക്കണം. അങ്ങനത്തെ. അതെ അതെ. പിന്നെ ഫിറോസിക്കേരെ ഒരു പോത്ത്, അത് നമ്മുടെ ഒരു സ്വപ്നമാണ്. ഒരു പോത്ത് വെച്ചിട്ട് ബാർബിക്യൂ. ചെറിയ പോത്തായിരിക്കും അല്ലല്ലോ, വലിയ പോത്ത് ഇറക്കി. നമ്മള് കുളം ഇറക്കി വെള്ളം കളഞ്ഞിട്ട് അതിലൊഴിച്ചിട്ടായിരിക്കും നമ്മള് പോത്തിനെ ചെയ്യുന്നത്. വൻ പ്ലാനുകളാണ്. ഇതിന്റെ കമന്റിൽ വരാൻ പോണ ഡയലോഗ് പറയട്ടെ. വായ്ത്താളം നിർത്തിയിട്ട് ചെയ്ത് കാണിക്കുക. അത് നീയല്ലേ ഇടുന്നത്? ഇത്ര കൃത്യമായിട്ട് ഞാൻ കാണുന്നില്ല. എടാ നമ്മള് ടൈപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് ഓഫീസ് തുടങ്ങാൻ പരിപാടി തുടങ്ങാൻ പോണെന്ന് പറഞ്ഞ അതിന്റെ താഴത്തുണ്ടായിരുന്നു. അല്ലേ, ഇതൊക്കെ സത്യം പറഞ്ഞ പൈപ്പ് ലൈനിലുള്ള സാധനങ്ങളാണ്. നമുക്ക് ഉടനെ സെറ്റ് ചെയ്യും. സ്റ്റേ ട്യൂൺഡ് അല്ലേ? അതുകൊണ്ട് നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. ഓക്കെ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ ഒരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്നും പറഞ്ഞിട്ടല്ലേ. അതായത് നിങ്ങളിപ്പം കമന്റിന്റെ അവിടെ ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ഫീച്ചർ ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ഞെക്കി കഴിഞ്ഞാൽ വീഡിയോ ഹൈപ്പ് ആവും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഹൈപ്പ് ആക്കുക. ഹൈപ്പ് കൊടുക്കുക. അതെ, ചുമ്മാ ഹൈപ്പ് കൂട്ടുക. ചുമ്മാ തള്ളി കേറ്റുക. നമ്മളെ പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഹൈപ്പ് ചെയ്യൂലേ, അതുപോലെ വലിയ കണ്ടന്റ് ഇല്ലെങ്കിലും ഹൈപ്പ് ചെയ്യും. അപ്പോഴും നിങ്ങൾ എന്താ ശ്രദ്ധിക്കാണെന്ന് വെച്ചാൽ വേറെ യൂട്യൂബേഴ്സ് ഇങ്ങനെ വരുമ്പോൾ ഹൈപ്പ് കളയാതിരിക്കുക. കാരണം നിങ്ങൾ കുറച്ച് അവർക്ക് ഹൈപ്പ് കൊടുക്കരുത്. കാരണം ഹൈപ്പ് കുറയും. ഒരാഴ്ചക്ക് കുറച്ച് ഹൈപ്പേ ഉള്ളൂ. 3 തവണയോ കണ്ടേ ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഒരാഴ്ച. നിങ്ങൾ ആ 3 നമുക്ക് ഇങ്ങനെ തരിക. അതെ. ഫേക്ക് അക്കൗണ്ട്സ് പ്ലീസ് അത് നോട്ട് ചെയ്യുക. ഏറ്റവും കൂടുതലും ഹൈപ്പ് ചെയ്യുന്നവർക്ക് നമ്മളെ കുനിഞ്ഞിരിക്കണ്ട, വിസിലടിച്ചു. ഇത് കുറച്ചേരായില്ലേ? ഫസ്റ്റ് വിസിൽ ഏതാനും നിമിഷങ്ങൾക്കകം വരും. നമ്മൾ അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഉടനെ വരും. അത് കണ്ട അത് വന്നുകൊണ്ടിരിക്കുക. പതുക്കെ അതിന് സിഗ്നൽ തരുന്നുണ്ട്. വലിയൊരു സിഗ്നൽ തന്നു. ബിആർ ഇവിടെ ടിൻറ്റിനെ കാണിക്കണം. കണ്ടന്റിന്റെ വീഡിയോ സമയം കൂട്ടം എന്തെല്ലാം കാണിക്കും. നിങ്ങൾ കാത്തിരുന്ന കൊറേ നേരം ചിലപ്പോ വെള്ളം തെറിക്കും കേട്ടോ. മണമുണ്ടല്ലേ? ഓരോ മണമില്ല. എനിക്ക് മണം കിട്ടുന്നു. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തോ പ്രശ്നം? ചുമ്മാ മണമുണ്ട്. ഇവനെ അടിച്ചു പോയി സ്മെല്ലൊക്കെ. ഈ വിസിൽ കഴിയുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 40 മിനിറ്റ്, 10-40 മിനിറ്റ്. ഇത് തുറന്നാണോ വേവിക്കാതെ? അല്ല, എടാ ഞാൻ കാര്യം ചെയ്യട്ടാ. 40 മിനിറ്റ് സമയത്ത് ഇത് അടി പിടിച്ച് നമ്മൾ എന്ത് ചെയ്യും? അടി പിടിച്ചാൽ അത് അടിയിൽ ഇത് അടി പിടിക്കൂല.
വെള്ളം ഇരിക്കുകയല്ലേ. എടാ അതുകൊണ്ടല്ലേ ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. ശ്രീകാന്തേട്ടൻ എന്തോന്നെയാണ്? നമ്മൾ ഈ സസ്റ്റൈനബിലിറ്റി ആണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ചൂടാക്കുന്നതിന്റെ കൂടെ മറ്റതും കൂടി നമ്മളിങ്ങനെ ചൂടാക്കുന്നു. കാര്യം നമുക്ക് തേങ്ങാപ്പാല് പിഴിയണം. അപ്പൊ നമ്മൾ തേങ്ങ വാങ്ങാൻ മറന്നു പോയതുകൊണ്ട് നമ്മൾ ഈ സാധനം വാങ്ങിച്ചിട്ടുണ്ട് പൊടി കലക്കാൻ. അപ്പൊ അത് നമുക്ക് കലക്കണം. അപ്പൊ അതിന് വേണ്ടി വെള്ളം ചൂടാക്കിയാലേ ഇത് കലങ്ങുള്ളൂ. അപ്പൊ അതിനുവേണ്ടി വെള്ളം ചൂടാക്കിയാണ്. കണ്ടാ ഒരടുപ്പേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ചെയ്യും? ഇങ്ങനെ ചെയ്യാം. ഇവിടെ മാത്രമേ ഓൾഡ് സ്കൂളിൽ മാത്രമേ ഈ ഓൾഡ് സ്കൂൾ ടിപ്സ് ആണ്. അതെ ഹാഷ്ടാഗ് ഓൾഡ് സ്കൂൾ. ഇവിടെ മാത്രമേ ഈ ദാരിദ്ര്യം ഉള്ളന്നല്ലേ? ദാരിദ്ര്യമല്ലടാ, ഇത് റീയൂസ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയുടേതാണ്. ഫ്യൂല് കുറയ്ക്കുക. അതെ, ദാരിദ്ര്യമല്ല, ഇത് ഒരു ടിപ്പാണ്. അതെ അതെ. അപ്പൊ ഈ വെള്ളം ഏകദേശം ചൂടായി. കുമ്പളയൊക്കെ വന്നുണ്ട, ചെറിയ രാവി വന്നാണ്ടില്ലേ? അത്രയും ചൂടായാൽ മതി. അപ്പൊ നമുക്ക് അതിൽ ഇത് പൊട്ടിച്ചിടാം. തിക്ക് മിൽക്കിന് വേണ്ടി 3 ടേബിൾ സ്പൂൺ 1 കപ്പ് വാട്ടറിലാണ് എടുക്കേണ്ടത്. പൊട്ടിക്ക്. നമുക്ക് കൈ കണക്കാണ് ടേബിൾ സ്പൂൺ. ഇതിന് അതിലിടാനാ? അല്ലെങ്കിൽ ഈ സ്പൂൺ കിട്ടോ. അതെന്തൊരു കണക്ക്? അത് കൈ കണക്ക്. അല്ല ഇതിലിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഏകദേശം തേങ്ങാപ്പാലിനുള്ള പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലിട്ടിട്ട് ഇങ്ങനെ കലക്കാം. സാഹചര്യം ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ നമ്മൾ പിഴിഞ്ഞ് എടുത്തേ നമ്മള്. ഇത് എത്ര കപ്പ് പാല് വേണം? 2 കപ്പ് ഗോതമ്പാണെങ്കിൽ 1 കപ്പോളം ഏകദേശം തേങ്ങാപ്പാല് വേണം. ഇത് 3 കപ്പ് 3.5 കപ്പ് ഉണ്ട്. അപ്പൊ ഇത് ഏകദേശം 2 കപ്പ് വരൂലേ? 1 കപ്പ് ഇതിലല്ലേ നമ്മള് കപ്പ്. അപ്പം ഏകദേശം ഒരുവിധം കട്ടിയുണ്ട് തേങ്ങാപ്പാലിന് കട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പം ഒഴിക്കാം. പക്ഷെ ഒരു മറ്റേ തേങ്ങാപ്പാലിന്റെ ഒരു ലുക്ക് ഇല്ലല്ലേ? കുറച്ചുകൂടെ വേണ്ടേ? ആ കൊള്ളൂല്ലേ? തേങ്ങാപ്പാലിന്റെ ഒരു ടേസ്റ്റ് ഇല്ലടാ നമുക്ക്. തേങ്ങാപ്പാലിന് അങ്ങനെ ടേസ്റ്റ്. കുറച്ചും കൂടി ടേസ്റ്റ് വരും. വെള്ളം കുറവ്. മതി. ഇത് ഏകദേശം ഇപ്പൊ കട്ടിയായെന്ന് തോന്നുന്നു. നമുക്കിത് മാറ്റി വെക്കാം അല്ലേ? തേങ്ങാപ്പാല് ചൂടാക്കുമ്പോ എണ്ണ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോ. ഓ ഇല്ലടാ, ഇതൊക്കെ പ്രോസസ് ചെയ്തുള്ള സാധനം. അപ്പൊ ഗൈസ് നമ്മുടെ 40 മിനിറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇത് 40 മിനിറ്റിന്റെ കണക്ക് എവനല്ലേ പറഞ്ഞത്? അപ്പൊ എന്തെങ്കിലും വേവില് പ്രശ്നം ഉണ്ടെങ്കിൽ എവനാണ്. നമ്മളൊക്കെ പറഞ്ഞ് ആധികാരികമായിട്ട് എന്തോ പറയാം. പണ്ട് ഒരു ദിവസം നമ്മള് ബജി ഉണ്ടാക്കിയ ഭാഷമിന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അവിടുന്നേ കുറ്റം ദൂരേന്നേ കുറ്റം. എന്നിട്ട് അത് കുളമായല്ലോ. ഓക്കെ, അപ്പൊ നമ്മള് കുക്കറിലുള്ള സാധനം ഇറക്കി വെച്ചിട്ടുണ്ട്. അത് തണുക്കുന്ന സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സാധനങ്ങളെ നെയ്യ് ഫസ്റ്റ് ഒന്ന് ചൂടാക്കി അതില് സവാള വറുത്തെടുക്കാം. സവാള, അണ്ടിപ്പരിപ്പും മുന്തിരി. സവാള ഇവിടെ ഉണ്ട്. ഇനി നെയ്യ് വേണോ? വേണം. മതി. അപ്പൊ നമുക്കിനി സവാള വറുക്കാം. ജസ്റ്റ് സൗണ്ട് വന്നില്ല. ചൂടായില്ല. സൗണ്ട് ഇട്ടോടാ. സൗണ്ട് ഇട്ടോളേ. കണ്ട കയ്യില് പ്ലാസ്റ്റിക്കും. ഇത് മറ്റേ കൊച്ചി രാജാവില് അങ്ങേര് ഗ്ലൗസ് ഒക്കെ ഇട്ടോണ്ട് വരില്ലേ? ഇതായിരുന്നു നിന്റെ ബുദ്ധി. ഞാൻ ഒരുപാട് പ്രതീക്ഷ കേട്ടോ. നിന്നിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷ. 5 സ്പൂൺ. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നിന് ബലമില്ല. 5 ഐക്യമത്യം മഹാബലം. ഒന്നിന് ബലമില്ല, 5 എണ്ണം ബലം കൂടും. ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബലം കൂടി. ഐക്യമത്യം ബലം കൊടുത്താ പോരെ? കൊള്ളാം. അത് അവൻ ചെയ്യണം. എന്തായാലും അവൻ പ്രാക്ടിക്കലി അത് നിരുത്സാഹപ്പെടുത്തണ്ട. ഇതിലായിരിക്കും പ്ലാസ്റ്റിക് ഒരുക്കി കൈ പിടിക്കുന്നത് നല്ല ഫണ്ണായിരിക്കും. നമ്മൾ ഉള്ള സാധനം സെറ്റ് ചെയ്യല്ലേ? നീ ഇതെങ്ങനെ കോരും എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. നീയാണ് പറഞ്ഞ കോരണയൊക്കെ സെറ്റ് ചെയ്ത് തരാന്ന്. ഞാൻ സെറ്റ് ചെയ്ത് തരാം. കോരയൊന്നും വേണ്ട. നീ വഴട്ടണ്ടാ. അത് വറുക്കാനാണ്. വഴട്ടണ്ട. ചെയ്യണ്ട. അത് ആയിക്കോളും. വേണം തീറ്റ് കൂട്ടി വെച്ച് കൊടുക്കുക. എടാ ഇത് ഉള്ളി വളരെ കുറവല്ലേ? പക്ഷെ കൂടുതലിട്ടാ ഇതായി പോടാ. കുറച്ചേ ഉള്ളൂ നെയ്യ്. ഇഞ്ഞിടല് ഞാൻ അടുത്തേനിടാം. നിങ്ങൾ അല്ല ഒരു സെറ്റ് പോരെ? എന്നോട് ചോദിക്കും, ഇത് കുറച്ച് കൂടുതലുണ്ട്. ഇത് ഈ സാധനത്തിന്റെ മേളിൽ ഗാർണിഷ് ആയിടുന്നല്ലോ. ഇളക്കണ്ടല്ല. ഒരു നുള്ളു പഞ്ചാര എടുത്ത് മുകളിലോട്ട്. അപ്പൊ സ്റ്റിഫായി കിട്ടും. ചുമ്മാ സത്യം നീട്ടോടും. അതൊരു നുറുങ്ങ് ടിപ്പാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി കട്ടിക്ക് ഒടിഞ്ഞു കിട്ടണമെങ്കിൽ ഒരു നുള്ളു പഞ്ചാര ഇങ്ങനെ മോൾഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കട്ടിക്ക് കിട്ടും. വീണ്ടും ഓൾഡ് സ്കൂൾ ബോയ്സിന്റെ ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പാണ്. ഇതില് വിചാരം എന്താണ്? നിന്റെ ടിപ്പ് അവർ എടുക്കുവാണ്. അപ്പോഴേ ക്യാൻസൽ ആണ്. എന്നാലും എടുക്കണവരൊക്കെ ഉണ്ടല്ലേ? ആരെങ്കിലും ഒരാൾ എടുത്താ. ലാലേട്ടന്റെ ആ റെസിപ്പി ഉണ്ടല്ലോ, അത് കുറെ പേര് ട്രൈ ചെയ്തു. നമ്മളെ വീഡിയോ കൊണ്ട് ഒരുപാട് പേര് ലാലേട്ടനേക്കാൾ ട്രൈ ചെയ്തെന്നാണ് കേട്ടത്. ട്രൈ ചെയ്താ ഏകദേശം ഇത് കരിഞ്ഞു. ഏകദേശം കരിഞ്ഞു വരുന്നുണ്ട്.
ഇങ്ങനെ എടാ ഇത് ഉള്ളി അരിയണ കറക്റ്റ് ആകാത്തോണ്ടാണല്ലോ. അത് ശരിയാണ്, അതൊരു ന്യായം. ഇവിടെ അരിയാനുള്ള സാധനം പോലും ഇല്ല, പിന്നെ അരിഞ്ഞതും പോലെ. അരിയാനല്ലേ കത്തി ഉണ്ടായിരുന്നില്ലേ? വേറെ ഇത് വേണ്ടേ, കട്ടിങ് ഇത് വേണ്ടേ? ഏകദേശം ഇത്രയും മതിയടാ ഇത് ഉള്ളി. കുറച്ച് ഗാർണിഷ് ചെയ്യാനില്ലേ മുകളിൽ? ഗാർണിഷ് ഇങ്ങനെ ഇതുപോലെ ആയില്ല, കുറച്ചൊരു മൂക്കാനുണ്ട്. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇടണം. അതെടുത്ത് വെച്ചോ. എടാ പോലെടാ. കരിഞ്ഞു ഏകദേശം കഴിഞ്ഞു. ഇത് മുകളിൽ എടുത്തിട്ട് കുക്ക് പറഞ്ഞു ഇങ്ങോട്ട് പോയി വീട്ടി ഏകദേശം മതി എന്താ ബിയാർ കേമൻ തന്നെ. അടുത്തതായി നമുക്ക് നെയ്യൽ അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് വിതറി കൊടുക്കാം. അത് ഇളക്കിക്കോട്ടെ. അണ്ടിപ്പരിപ്പ് നല്ല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി ഉടനെ മുന്തിരി ഇട്ട് കൊടുക്കും. മുന്തിരി ഓഫ് ചെയ്തിട്ടാ മതി കേട്ടോ, മുന്തിരി പെട്ടെന്ന് കരിഞ്ഞു. ഇപ്പൊ ഇത് ഏകദേശം മൂത്തിട്ടുണ്ട്. ഇല്ല മൂത്തില്ല, എഡിറ്റ് ചെയ്യാൻ പാടില്ല. അല്ല അകം മൂത്തില്ല. മൂത്തടാ. ഗോൾഡൻ ബ്രൗൺ ആണ്. നിങ്ങൾ ആ എണ്ണയിൽ മുക്കി ഇട്ടാണ് ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് നെയ്യില് ചരിച്ചു വെക്കുക, അപ്പൊ അതും കൂടെ ഒന്ന് താഴെ തട്ടി. അവിടെ ഇതൊരു ടിപ്പാണേ, വലിയ പാത്രമാണെങ്കിൽ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ മുക്കി കൊടുക്കുക. എടുക്കട്ടാ? ഇടറാ. ഇതാണ് കളർ കണ്ട. കിസ്മിസ് ഇട്ട് കൊടുക്കുക. എന്ത് സ്കില്ലാണ് കാണിക്കാൻ പോണ? ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് ഇതാവും. മുകളിലോട്ട് എടുത്താലും മതി. എടാ ഞാൻ ഇപ്പൊ സെറ്റ് ആക്കി തരാം. ബോൾ ആവുമ്പോഴേ ഞാൻ പൊക്കും. കിസ്മിസ് വറുക്കേണ്ടത് എങ്ങനെയാന്നുള്ള ടിപ്പാണ്. ബോൾ ആവുമ്പോ അപ്പഴേ എടുത്തോളണം. കൊണ്ടോ അടിയിലൊന്നും ആയില്ലടാ, അടിയിലായില്ലടാ. അപ്പൊ നമ്മൾ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കുക്കറിലുള്ള സാധനങ്ങൾ ഒന്നും കൂടെ എടുത്ത് സെറ്റ് ചെയ്യാം. ഇത് അതിനകത്തോടെ ആക്കണ്ടേ, പാത്രത്തിലാക്കണ്ടേ? ഇതോടുകൂടി ഞാൻ ഒഴിച്ചാ പോരെ? ഇതോടുകൂടി ചിക്കൻ ഷെഡ് ചെയ്യണ്ടേ? മാറ്റി വെച്ചേക്കാം. അപ്പൊ നമ്മൾ കുക്കറിലുള്ള ഏകദേശം ഗ്യാസ് ഒക്കെ പോയി തുറന്നു. കുറച്ചും കൂടി വേവാനുണ്ടോ? വീഡിയോയില് കണ്ടോലെ ഗോതമ്പ് അതേപോലെ ഇരിക്കുന്നല്ലോ. ഗോതമ്പ് എന്തില്ല, ഇത്ര നേരമായില്ലേ? കുറച്ചുകൂടി വേവാനുണ്ട്. ഒരു കാര്യം ചെയ്യടാ, ചിക്കൻ നമുക്ക് ചിക്കൻ ആദ്യം മാറ്റാം. ചിക്കൻ മാറ്റാം. ഈ പട്ടയില്ലേ, അത് മാറ്റാം. പട്ടയും മാറ്റാം. ഇനി അതിന്റെ ഇടയിൽ നിന്ന് എടുക്കാൻ പാടണം. അതതിൽ കിടക്കട്ട്, ഗോതമ്പിനോടെ കിടന്ന് ഒന്നുകൂടെ വേവട്ട്. ചിക്കൻ ഫുള്ള് ചിക്കൻ നല്ല വെന്ത്. അത് കുഴപ്പമില്ല, നമുക്ക് ഇത് ചെയ്യാനുള്ളതല്ലേ. മിക്സിയിൽ അടിക്കാവുള്ളതല്ലേ? അതിപ്പോ കിടന്നാലും പ്രശ്നമുണ്ടോ? അതില് കുഴപ്പമില്ല. ചിക്കൻ മാറണം, ചിക്കൻ മാറി ഷെഡ് ചെയ്യണം. അത് വേവുന്ന സമയം കൊണ്ട് ഷെഡ് ചെയ്യാലോ. ഒരു 5 വിസിൽ വേപ്പിക്കാം. ആടാ അപ്പൊ ഇതില് ഗോതമ്പ് കുറച്ചും കൂടി കുതിർക്കാനുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ഓവർനൈറ്റ് വെച്ചില്ല, നമ്മളൊരു 3-4 മണിക്കൂർ വെച്ചോളൂ. അപ്പൊ നീയല്ലേ ഓവർനൈറ്റ് എന്ന് പറഞ്ഞ? ഓവർനൈറ്റാണ് വെക്കാനുള്ളത്, നമ്മൾ ഓവർനൈറ്റ് വെച്ചില്ലല്ലോ. ഓവർ ഡേ ആണ് വെച്ചത്. 11:30-12 മണി. അപ്പം അതുകൊണ്ട് കുറച്ച് വേവാനുള്ളൊരു ബുദ്ധിമുട്ട് അത് കാണിക്കുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് അടിക്കാൻ നോക്കാം, കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട്. എന്നിട്ട് അതിനെ ഉടയ്ക്കാനുള്ള പരിപാടി നമ്മൾ സെറ്റ് ചെയ്യും. ലേശം അപ്പം അറ്റംപ്റ്റ് 2 നമ്മൾ ഒന്നും കൂടി അടിക്കാൻ പോവുകയാണ്. കത്തിച്ചോ. അപ്പൊ നമുക്കിനി ഒരു 5 വിസിൽ കേൾക്കുന്നവരെ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചേക്കാം. ആ സമയത്ത് നമുക്ക് ചിക്കൻ ഷ്രെഡ് ചെയ്യാം. ഇവൻ തിന്ന് തീർത്തല്ലോ, ഷെഡായി. ചിക്കൻ കൂടിപ്പോയോന്നൊക്കെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അവന് കൊടുക്കാം. പറയുന്ന അവന് കൊടുക്കാടാ. ഒരു പട്ടിക്ക് ഒരു എല്ല് കൊടുക്കാത്ത. അപ്പൊ ഒരു 4 വിസിൽ കഴിഞ്ഞു, 5 വിസിലായി. 5-5ാമത്തെ വിസിലായിട്ടുണ്ട്. അപ്പൊ നമ്മളിത് എടുക്കുകയാണ്. ഇനി വെന്തില്ലെങ്കിൽ നമ്മൾ നോക്കുന്നില്ല. ഓക്കെ, വേവാതെ കഴിഞ്ഞു. ഇത് ഫെയിലിയർ ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. ശ്രീകാന്തിന്റെ അടുത്ത തോൽവികളൊന്നും നമ്മൾ പ്രഖ്യാപിക്കും. അപ്പൊ നമ്മളിത് തുറക്കാൻ പോവുകയാണ്. തുറക്കൂ. ഇത് മാറ്റണം കേട്ടാ. സാധനം മാറ്റിയില്ലടാ നീ. അത് ഊരി മാറ്റ്. ഇതൊന്നും അറിയത്തില്ലല്ലേ. അറിയാം, നീ പണ്ട് പുട്ട വെച്ചോണ്ട് കുറെ പറയണ്ട. തുറക്ക്. അതിനകത്ത് ഇപ്പോഴും തിളയ്ക്കണം. ഇപ്പൊ ഏകദേശം ആയി. ഇപ്പൊ ബ്ലെൻഡ് സെറ്റ്. പക്ഷെ വെള്ളത്തിൽ കൂടുതൽ വെള്ളം ചരിച്ചു കളയടാ. അധികം വെള്ളമൊന്നും ഇല്ല ഇതില്. അപ്പൊ നമ്മളുടെ ഗോതമ്പാണ് ഫസ്റ്റ് ഉള്ളത്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഷെഡ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇങ്ങനെ അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാല് കഴിഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ ഒഴിക്കണം. ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിക്കാം. ബ്ലെൻഡ് ചെയ്യട്ടോ. ഏതെങ്കിലും ഉറപ്പിക്കേ നിങ്ങള്. അപ്പൊ തേങ്ങാപ്പാൽ പിന്നെ ഒഴിക്കാം. ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ബ്ലെൻഡർ. ബ്ലെൻഡിന് ഇത്തിരി വെള്ളമൊക്കെ വേണ്ടായിരുന്നോ? ഇത് നമ്മൾ ഇതൊരു എപ്പിക് ഫെയിൽ. ഇത് പറ്റേ. എടാ അതിന് നോവൂടാ, നീ മാറിതാണ്. എടാ വെള്ളം ഒഴിയടാ. എടാ നീ വിട്ടാണത്. വെള്ളം പറഞ്ഞത് ഇപ്പം. എടാ എനിക്കറിയാം. മണ്ട അത് അകത്ത് കുത്താനുള്ളതായിരുന്നു. കുറെ നേരം പുറത്ത് വെച്ചിട്ട് വില തെറിച്ച്. എടാ ഒരു കാര്യം അതെടുത്ത് ഒഴിയടാ, അതും കൂടെ ഒഴിയടാ. ഇനി നമുക്കൊരു മയം കിട്ടാൻ വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. ബ്ലെൻഡ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് ലിക്വിഡ് ഒഴിക്കും. എന്നാലും വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. തേങ്ങാപ്പാല് വേസ്റ്റ്.
എല്ലാം വേസ്റ്റ്. തേങ്ങാപ്പാൽ, നെയ്, ഭാഗ്യത്തിൽ ഒരു നെയ്യേ പൊട്ടിച്ചോളൂ. ഒന്നും പറ്റിയില്ല നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. കാര്യമുണ്ടെന്ന് തോന്നുന്നില്ലടാ. എടാ ഇത് തുറതുറാന്ന് കിടക്കണടാ, ചോളം പോലെ കിടക്കണം. നീ നിർത്തിയാണ് ഒരു മിനിറ്റ് നിർത്തിയാണ്. എല്ലാം കൂടി ഞാനും നോക്കിയടാ എന്തോ ഓണാക്കല്ലേ. ചിക്കൻ ദാ ഇത് കണ്ണൂരുകാരുടെ പ്രശ്നമാണ്, തിരുവനന്തപുരക്കാര് ഇതിൽ ഒരു കുറ്റപ്പെടുത്തരുത്. അഖിൽദാസ് 2000 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതിൽ പോയി പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് ഇത് വേറെന്തോ ഒരു സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. മിക്സിയിലിട്ട് അടിക്കാം നമുക്ക്. ഓ ഇതാണോ ഡെസേർട്ട്? നിങ്ങൾ ഇതാണോ തിന്നുന്ന ഡെസേർട്ട്? എടാ ഇത് വെന്തില്ലടാ. കൊള്ളൂല. കൊള്ളുന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബലൂൺ പോലെ കിടക്കണം. ഒന്ന് എടുത്ത് നോക്കിയേ. എനിക്ക് കണ്ടപ്പോഴേ വേണ്ട. എടാ അതല്ല, നമുക്ക് മിക്സിയിലടിച്ച് ട്രൈ ചെയ്യണം. എടാ ഒരു സാധനം ഒഴിക്കാണ്ട് ഇതില് നെയ് മോൾഡ് വേണോ? എടാ മിക്സി ഇതിനെ ബ്ലെൻഡ് ആക്കി എടുത്ത് ടേസ്റ്റ് നോക്കിട്ടേ പോളെ. നീ അങ്ങനെ ഒരു വർത്താനം. അങ്ങനെ ഒരു ബിരിയാണി സമയം കളഞ്ഞാണ് വെറുതെ. എടാ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഈ സാധനം ഇതുവരെയ്ക്ക് ബന്ധിട്ടില്ല. അത് ബോൾ പോലെ തന്നെ കിടക്കണം. ഗോതമ്പ് വന്നില്ല. അടിച്ചാൽ അത് ശരിയാവും. ഗോതമ്പ് ഫെയിലായി ഗോതമ്പ്. എന്തായാലും എനിക്ക് തോന്നല്ല. എടാ തുപ്പാനും മാത്രമല്ല, പക്ഷെ കൊള്ളൂല. ചൂട് അങ്ങനെ ചൂടായോണ്ട് വായിൽ പിടിച്ചാൽ എന്റെ അണ്ണാക്കിലാണ് സാധനം എഴുതുന്നത്. എടാ കൊള്ളൂല, അത് ഗ്യാരണ്ടിയാണ്. കൊള്ളൂല. അത് ഞാൻ നെഗ് അടിക്കുന്നത്. അയ്യോ മിക്സിയിലിട്ടടി. മിക്സിയിലിട്ട് അടിച്ചാൽ അടിച്ചിട്ട് അവന് കൊടുത്തു വിടണേ വീട്ടിൽ. അവന് നെഗ് എടാ കുറച്ച് എടാ ഇത് ചുറ്റി പിടിക്കണേ ഉള്ളടാ, വേറെ ഒന്നും നടക്കണല്ലടാ. ഞാൻ മിക്സി ജാറ് കഴിയും. നമ്മള് ഈ പ്രതീക്ഷ വിടണ്ട, കുറച്ച് അടിച്ചു നോക്കാം. ഇവന് കഴിക്കണ്ടാത്തോണ്ടാണ് മാത്രമാണ് ഇത് ഷോ കാണിക്കുന്നത്. പട്ടി ഷോ കാണിക്കരുത് കേട്ടോ. പട്ടി ഷോ കാണിക്കരുത്. ഞാൻ ടേസ്റ്റ് ചെയ്തോട്ട്. നിങ്ങൾ കണ്ണൂരുള്ള ആരെങ്കിലും ഇത് ഉണ്ടാക്കിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് കാണരുത്. നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുമോ അല്ലേ? അല്ലെങ്കിൽ നോൺ വെജിലുള്ള ഡെസേർട്ട് ഒന്നും അത്ര രസമായിട്ടുണ്ടോ? അവരെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല. സമയത്ത് വെക്കണമായിരുന്നു. ഇന്നലെ വെള്ളത്തിൽ ഇടണമായിരുന്നു. ഗോതമ്പ് ഗോതമ്പല്ല, വെള്ള ഗോതമ്പ്. രുചിയില്ലല്ലോ. ഇതിൽ പഞ്ചാര ടേസ്റ്റ് വരുള്ളൂ. പോണാർക്കാ എടാ അല്ല നെയ്യ് ഇടണം. എടാ നെയ്യും കൂടെ ഒഴിക്കാടാ നമുക്ക്. നെയ്യ് എവിടെ? ഞാൻ എന്തിനാണ് ഇത് കഴുകിയെടുക്കണത്? നമ്മൾ മിക്സിയിലിട്ട് എടാ ഒന്ന് മാറിയാനടാ. നെയ്യ് എന്തിനാ ഇപ്പൊ ഒഴിക്കണ? അത് ബാക്കി ഇരിക്കുകയില്ലേ, അതോടെ കളയണ്ടേ? നെയ്യ് ഒഴിക്കാം. അയ്യോ നമ്മള് എടാ ഒഴിക്കാം. മിക്സിയിൽ അടിക്കാൻ പോണോ? മിക്സിയിൽ അടിക്കാൻ പോണു. അതവിടെ അടിയിലോട്ട് ഇന്നെങ്കിലും ഇത് മാറ്റം വരണ്ടേ? ഇത് ഫുൾ അടിക്കണ്ട, കുറച്ച് ടേസ്റ്റിന് വേണ്ടി ഒരെണ്ണം അടിക്കാം. ഓ എന്നാ ഓക്കെ. നീ ഇത് പാർസൽ ചെയ്തോടാ. നീ കൊറേ ആളായില്ലേ വന്നിട്ട് കൊണ്ടുപോകും. ഞാൻ ഇത് ബാക്കി വീട്ടിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞതാ. കുറച്ച് ഗോതമ്പ് മാറ്റി വെച്ചത് നല്ലതല്ലേ? എടാ മണ്ടന്മാരെ, ഇത് ശാല എടുത്ത് നമുക്ക് മിക്സി അടിച്ച് നോക്കാം. തമിഴിലാണ് പറഞ്ഞത്. എടാ നേരത്തെ അവൻ ഇതല്ലേ പറഞ്ഞു, നീ മണ്ടന്മാരെയും കൂടെ ചേർത്ത് പറയേണ്ട ആവശ്യം തോന്നുന്നു. ഇത് ആര് ഐഡിയ ആയിരുന്നു? ഇതിനകത്തോട്ട് ഇട്ടോ. എന്റെ എണ്ണാക്കി വെക്കണ അവന്റെ ഐഡിയ. എടാ ഈ പൊട്ടം പറയണ ആരെങ്കിലും കേൾക്കോ? ഇതോടെ സെലിബ്രിറ്റികളുടെ ഇത് ഫോളോ ചെയ്യണ പരിപാടി നിർത്തിയല്ലേ? ലാലേട്ടന് കൊള്ളായിരുന്നു. ഇതിന്റെ ലാസ്റ്റ് ചടങ്ങെന്നുള്ള രീതിയിൽ നമ്മൾ ഇന്ന് കുറച്ച് സാധനം അവസാന ട്രൈ ഈ സാമ്പിൾ കുറച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. നമ്മളെ പയ്യൻ കൊണ്ട് അടിച്ചിട്ടാണ് ബ്ലെൻഡർ. ഓക്കെ പോയിട്ടോ. ഇതിന്റെ അടപ്പുണ്ടോ? ഇതിന് വെള്ളം ഒഴിക്കണ്ടല്ലോ. നമുക്കിത് വേറെ വല്ല പേര് വിട്ട് സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടാക്കിയല്ലോ. ഇത് കർക്കിടക്കഞ്ഞി, ഇത് ഗോതമ്പ് കഞ്ഞി, ഗോതമ്പ് ചിക്കൻ കഞ്ഞി, ചിക്കൻ ഗോതമ്പ് പാൽ ചിക്കൻ കഞ്ഞി. എടാ നമുക്ക് സത്യം പറഞ്ഞ ഈ സാധനം ഇനി ഇതിലിടാം. ഒന്നും ഇല്ല അപ്പൊ ഇതിലിടാൻ. ഇതിലിടണ്ടടാ. എടാ കുറച്ചിടാ. മോളിൽ കുറച്ചെങ്കിലും മതിടാ. ഒരു 3 മതി. ഒന്നെങ്കിലും തിന്നോട്ടു. ചിക്കൻ ഇതിൽ നല്ലോണം പങ്കെടുത്ത് ഗോതമ്പ് പിണങ്ങി മാറിക്കിടക്കും. അല്ല അത് കുറച്ച് അരഞ്ഞെന്ന് തോന്നുന്നു. ഗോതമ്പ് അരഞ്ഞില്ലടാ. അരഞ്ഞത് ഫുള്ള് ചിക്കനാണ്. ഇതിലോട്ടിട്ടാണ് ഗോതമ്പ് ഉണ്ടോ പിണങ്ങി? ഇത് എങ്ങനെ കണ്ണൂരുകാർ കഴിക്കുന്നു എന്നാണ് ഒരു ഇത് കണ്ണൂരുകാരെ ഇതായിരിക്കും കഴിക്കാനുള്ള. ഇവനെല്ലാം വായി വയ്ക്കാൻ തോന്നണുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെയാണ് നിനക്ക് കഴിക്കാൻ തോന്നണേ? കഴിച്ചോക്കണ്ടേ? നീ കഴിച്ചു. അങ്ങനെ കഴിച്ച ടേസ്റ്റ് കിട്ടൂല. മറ്റേ സംഭവം ഇത് വേണമെങ്കിൽ ഉരുട്ടി പൊരിച്ചിട്ട് കഴിക്കാം. സത്യം പറഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് വരാന്ന് വെച്ചാൽ നമ്മള് മെയിൻ ഇൻഗ്രീഡിയന്റ് മിസ്സാക്കി. ഓ അത് ശരി. അതായത് നമുക്ക് ഇത്രയും മതി. ഇവിടെ ഇട്ടാ നമ്മൾ കുറച്ച് നെയ്യ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഒഴിക്കും കുറച്ച്. എന്നിട്ട് അതിൽ കുറച്ച് ഇതും കുറച്ച് ഇത് വെച്ച് പഞ്ചസാര ഒഴിക്കുന്നതിന് വേറെ സാധനം ഉണ്ട്. കിസ്മിസ് 2 പേര് വിട്ടാ പോരാടാ. ബാക്കി നമുക്ക് തിന്നോടാ. ഇതൊന്നും ഇടണ്ട. കുറച്ച് വേണ്ട ഈ പൊരിച്ച സാധനം കൂടി ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടോ. ഹായ് നോൺ വെജ് ഹലീസ. ട്രിവാൻഡ്രം ഹലീസ. ട്രിവാൻഡ്രം. എടാ എല്ലാവരും ഓരോ സ്പൂൺ വെച്ചെടുത്താണ്. എല്ലാവരും ബിയാറേ
വേറെ ഇത് ബിയാർ എനിക്ക് തോന്നുന്നു ചുമ്മയാണ്, ആരും വിളിച്ചില്ല, അവൻ ചുമ്മാ അവിടെ ചെന്ന് നിൽക്കുന്നത് കഴിക്കുന്ന ഒഴിവാക്കാൻ. ഇതൊന്ന് എടുത്തു കഴിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ച് കഴിച്ചു നോക്കാം. അവന് ഇഷ്ടപ്പെട്ട മുഖം ഞാൻ ഒന്ന് കഴിച്ചു നോക്കാം. ശ്രീകാന്ത് ക്യാമറയിൽ ഫേസ് ചെയ്ത് കഴിക്കണം. ഇത് എന്തൊരു ഡെസേർട്ട്. എടാ വേറെ ലെവൽ സാധനം ഒന്നടാ ബിയാറെ. എടാ ഇത് അടിച്ചപ്പോഴേ ലെവല് മാറിയടാ. ഞാൻ കണ്ടാ അടിച്ചാണ്ട് ഞാൻ എടാ അടിച്ചിട്ട് നമ്മൾ കുറച്ച് അവനത് വായി വെച്ച് വിടറാ. അണ്ടിപ്പരിപ്പും ഇത് ഒഴിച്ചു. തുപ്പയൊന്നും ചെയ്യില്ല കേട്ടോ, നല്ല ഡെസേർട്ടാണ്. കൊള്ളാന്ന്. അങ്ങനെ തുപ്പാനൊന്നുമില്ല, കൊള്ളാം. ഞാനും ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷെ ഇത് മറ്റേ അവരുണ്ടാക്കുമ്പോൾ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും തോന്നുന്നു ആ സംഭവം ഉണ്ട്. എവിടെയൊക്കെ എന്തെങ്കിലും ഫ്ലേവർ ഉണ്ട്. നമ്മളെനിക്ക് തോന്നുന്നത് ദാസനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു ഇതും കൂടെ എടുത്ത് വായിക്കാൻ ഞങ്ങൾ പറ്റി. എടാ ഇത് ഈ നെയ്യില് ടേസ്റ്റ് കൊള്ളാം. അല്ല ഈ മുന്തിരി ഇതൊക്കെ ചേരുമ്പോഴേ ടേസ്റ്റ് ഉണ്ട്. ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നവർ മാത്രം ഉണ്ടാക്കുക. പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഗോതമ്പും വേസ്റ്റ് ആവും, ചിക്കൻ അല്ലടാ, ഗോതമ്പ് ഒരു ദിവസം മുന്നേ ഇട്ടാൽ ചിലപ്പോൾ സെറ്റ് ആവും. മേ ബി ഒരു ദിവസം നിങ്ങൾ ഇടുക. നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂരെല്ലാം പോയി കഴിക്കുന്നതായിരിക്കും നല്ലത്, ഉണ്ടാക്കാതിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ, അത് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് അതാ. നീ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ ഇതിപ്പോ കർക്കിടക മാസമാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ആർക്കെങ്കിലും കർക്കിടക കഞ്ഞിയാണ് ഇറച്ചിക്കഞ്ഞിയായിട്ട് പ്രഖ്യാപിച്ചാലും. പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരും. കർക്കിടകം കൂടിയാണ്, ആൾക്കാരൊക്കെ വേണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഡിഷും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഗോതമ്പൊക്കെ കോഴിക്കോട് കാളൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം ഇട്ട് വെക്കുക. ട്രൈ ചെയ്ത് നോക്കുക, എക്സ്പെരിമെന്റ് ചെയ്യുക. അതിൽ കൂടെ നിങ്ങൾക്ക് ഉന്നതിയിലെത്താം. ചിലപ്പോൾ സെറ്റ് ആയാലും. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു ഡിഷും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യും. പിന്നെ ഒരു ഹൈപ്പിന്റെ സാധനവും കൂടി ഒന്ന്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ ഫോളോ ചെയ്യുക. ഡു ഫോളോ. അപ്പൊ ബൈ.